മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ മലയാളിയുടെ കാഴ്ചപ്പാടിൽ നിന്നും മറയുകയാണ്. മലയാളികളുടെ പ്രിയ നടന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സമയമാണ്. അവസാന യാത്രയ്ക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 10 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരുന്നത്. കണ്ടനാട്ടുള്ള വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുക. ഇന്ന് രാവിലെയും നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തി. തമിഴ്നാടൻ സൂര്യ, ജഗദീഷ് എന്നിവർ ശ്രീനിവാസനെ കാണാൻ രാവിലെ മുതൽ വീട്ടിലെത്തി. ഒപ്പം തന്നെ ധാരാളം ആളുകൾ, അദ്ദേഹത്തോടടുപ്പമുള്ള ധാരാളം ആളുകൾ, അദ്ദേഹത്തെ സിനിമയിൽ മാത്രം കണ്ടുപരിചയിച്ച ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും അവർ ടൗൺ ഹാളിലടക്കം എത്തിയിരുന്നു. അത്തരം ഒരു ആൾക്കൂട്ടത്തെ കൂടിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, അന്ത്യയാത്രയ്ക്കൊരുങ്ങുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ കൃത്യം 10 മണിക്ക് തന്നെ ആ മടക്കയാത്രയുണ്ടാകും. ജിൽസി, വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾക്കായി, അന്തിമ ചടങ്ങുകൾക്കായി, അന്ത്യകർമ്മങ്ങൾക്കായി മൃതദേഹം പുറത്തേക്ക് മാറ്റും. അതിനുള്ള നടപടികളാണിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രമുഖരുടെ ഒരു നീണ്ട നിര ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളും പ്രിയ ശ്രീനിവാസനെ യാത്രയാക്കാൻ ഇവിടെ എത്തി. ഈ വഴി നിറയെ അവരുടെ സാധാരണക്കാരുടെ ഒരു തിരക്ക് നമുക്ക് കാണാം. അത് അവസാനമായി പ്രിയ ശ്രീനിവാസന് യാത്രാമൊഴിയേകുവാൻ നാടിൻ്റെ നാനാതുറകളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത്. പ്രധാനമായും ഇന്ന് രാവിലെ എത്തിയ വിശിഷ്ട വ്യക്തി നടൻ സൂര്യയാണ്. തമിഴ് നടൻ സൂര്യ. അദ്ദേഹം നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശ്രീനിവാസന്റെ വലിയൊരു ആരാധകനാണ് എന്നാണ്. അതോടൊപ്പം ജഗദീഷ്, പൃഥ്വിരാജ്, ഫാസിൽ, ഹരികരൻ അടക്കമുള്ള ആളുകൾ, രാഷ്ട്രീയ മേഖലയിൽ നിന്നും മത സാമുദായിക മേഖലയിൽ നിന്നും നിരവധി പേർ, ബെന്നി ബെഹനാൻ MLA, MP കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ, രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർ എത്തി. ലാൽ കുടുംബമായി എത്തി. അങ്ങനെ സിനിമ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഓരോ മണിക്കൂറുകളിലും നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് മുതൽ പൊതുദർശനം നടന്ന ടൗൺ ഹാളിലുമൊക്കെയും ഈ തിരക്ക് നമുക്ക് കാണാമായിരുന്നു. സാധാരണക്കാരെ എത്രത്തോളം അല്ലെങ്കിൽ ചിന്തിപ്പിച്ച, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ തിരശ്ശീലയിലേക്ക് എത്തിച്ച നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അല്ലെങ്കിൽ അദ്ദേഹം അടയാളപ്പെടുത്തി മടങ്ങിപ്പോകുന്നത് എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഓരോ നിമിഷവും അദ്ദേഹത്തിനെ കാണാനെത്തുന്ന ആളുകളുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ ആ കണ്ണീർ വായ്പകൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും മകൻ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഭാര്യ അടക്കമുള്ളവർ എല്ലാം വളരെ വികാരത്തോടെ അവരുടെ കുടുംബത്തിലെ ഗൃഹനാഥനെ നഷ്ടപ്പെടുന്ന വേദനയിൽ അവരെ നമുക്കിവിടെ കാണാം. അതോടൊപ്പം സിനിമയിലുള്ള അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള സത്യനന്ദിക്കാടിനെ പോലുള്ള ആളുകളും ഇവിടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മണിക്കൂറുകളിലും വലിയ തിരക്കാണ് ആരാധകരുടെയും അദ്ദേഹത്തിൻ്റെ ബന്ധുത്വാദികളുടെയും അതോടൊപ്പം സിനിമ, ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരുടെയും ഇവിടെ അനുഭവപ്പെടുന്നതും. നേരത്തെ ജഗദീഷിൻ്റെ അടക്കം ബൈറ്റ് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നു, തുടക്കകാലം മുതൽ, സിനിമയുടെ തുടക്കകാലം മുതൽ ഇങ്ങോട്ട് 48 വർഷം, 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരുമിച്ച് യാത്ര ചെയ്യാനും സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ ഓർമ്മകൾ അവരോരോരുത്തരും പങ്കുവച്ചിരുന്നു. നമ്മൾ മുമ്പുള്ള ലൈവുകളിലൊക്കെ പറഞ്ഞതാണ്. ശ്രീനിവാസൻ്റെ ഒരു തമാശയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു ഭാഗമോ പറയാതെ സാധാരണ ഒരു ശരാശരി മലയാളിയുടെ നിത്യജീവിതത്തിൽ അങ്ങനൊരു ദിവസം കടന്നു പോകാറില്ല. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എന്താണ് നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തതെന്നടക്കമുള്ള കാര്യങ്ങൾ, അഴകിയ രാവണനിലെയും ഒക്കെയും അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം എന്നൊക്കെ അടക്കമുള്ള വലിയ, അല്ലെങ്കിൽ ആളുകളെക്കാളും ഇരുത്തി ചിന്തിപ്പിക്കുന്ന തമാശകൾ 90കളിലും 80കളിലും സാധാരണ ചെറുപ്പക്കാർ നേരിടുന്ന തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, അവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെയും കുടുംബ ബന്ധങ്ങളിലെ വൈകാരിക പ്രശ്നങ്ങൾ അടക്കം, അതോടൊപ്പം ഏറ്റവും ചിന്തിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ ഇന്നലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെയും ഏറ്റവും ശ്രീനിവാസനെ ഓർത്തെടുക്കുന്ന സന്ദേശം എന്ന സിനിമയിലൂടെയാണ്. ഇപ്പോഴത്തെയും അല്ലെങ്കിൽ എക്കാലത്തെയും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ അദ്ദേഹം 90കളിലെ അത് കണ്ടു. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ
പ്രശ്നങ്ങൾ അദ്ദേഹം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. നർമ്മവും ഹാസ്യവും മാത്രമായിരുന്നില്ല, ഗൗരവമുള്ള കുടുംബ വിഷയങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രമേയമാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എല്ലാ സാധാരണ പൊതുവെ കാണുന്ന നായകന്മാർ അല്ലെങ്കിൽ സംവിധായകർ, തിരക്കഥാകൃത്തുകൾ അവർ സിനിമയിൽ നായകരാകുമ്പോൾ ഏറ്റവും മികച്ച കഥാപാത്രം അല്ലെങ്കിൽ ഏറ്റവും ഹീറോയിസമുള്ള കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ സിനിമാ രംഗത്ത് കാണുന്നത്. പക്ഷേ നേരെ മറിച്ച് വടക്കുനോക്കിയന്ത്രം അടക്കമുള്ള സിനിമകളിൽ തളത്തിൽ ദിനേശനെ പോലൊരു ഒരുപാട് മാനസിക വൈകല്യങ്ങളും ഒക്കെയുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ സംശയരോഗിയായ ഭർത്താവ് എന്ന നിലയിലൊക്കെയുള്ള കഥാപാത്രത്തെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനും അതിനെ തിരശ്ശീലയിൽ പ്രതിഫലിപ്പിക്കുവാനും തൻ്റെ മണ്ടത്തരങ്ങളും തൻ്റെ ചാബല്യങ്ങളുമൊക്കെയും ചർച്ചയാക്കുവാനുമൊക്കെയും തരത്തിലുള്ള വലിയ ഇടപെടലുകൾ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ